ഇപ്പോഴത്തെ ഈ യങ്സ്റ്റേഴ്സ് പലതും അത്ഭുതങ്ങളോടെ കാണുന്നതിനൊക്കെക്കാളും അത്ഭുതത്തോടെ മുൻപത്തെ തലമുറ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് അവർക്ക് പഠിക്കുന്നില്ല. പണ്ട് വാഴവേമായ എന്നൊരു സിനിമയുണ്ട്, സത്യനും ഷീലയൊക്കെ അഭിനയിച്ച പടം. അതിലൊരു പാട്ടുണ്ട്, സീതാദേവി സ്വയംവരം ചെയ്തൊരു ത്രേതായുഗത്തിലെ ശ്രീരാമൻ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. ആ പാട്ട് നിൽക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സത്യനും ഷീലയും വന്നിട്ടൊരു ഷെൽഫിൻ്റെ മുൻപിൽ വന്ന് നിൽക്കും. അവിടെ ഈ ഷീലയുടെ ഒരു ചെറിയൊരു ഒരു കുടം പിടിച്ചിട്ടുള്ളൊരു പ്രതിമയുണ്ട് അതിന് മുകളിൽ, ആ ഷെൽഫിൻ്റെ മുകളിൽ. ഇതിനൊരു വരി പാടിയിട്ട് സത്യൻ അതിനൊന്ന് തൊടുമ്പോൾ ഉടനെ അത് ഷീലയായി മാറിയിട്ട് ഡാൻസ് ചെയ്യും. ഇവർ നോക്കി നിൽക്കുന്നുണ്ട് ഭയങ്കര അത്ഭുതത്തോടെ. അത് ക്രൗൺ തിയേറ്ററിൽ ആ പടം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് വന്നതും അവൾ ഡാൻസ് ചെയ്യുന്നതും ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട്. ഞാൻ മുതൽ എല്ലാവരും അതിശയിച്ചിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ ഭംഗി എന്താണെന്ന് വെച്ചാൽ അത് മെല്ലി ഇറാനി ഷൂട്ട് ചെയ്തതാണ്. മെല്ലി ഇറാനി എന്ന് പറയുന്ന ഫേമസ് ക്യാമറ സിനിമാറ്റോഗ്രാഫർ. അതിൽ ഇവളുടെ ഷാഡോ ഡാൻസ് ചെയ്യുന്നുണ്ട്. അതൊരു ഫോട്ടോഗ്രാഫി ട്രിക്കായിരുന്നു. സ്വന്തം സിനിമകളിലെ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടം തോന്നിയിട്ടുള്ള പാട്ടുകളെ കുറിച്ചൊന്നും പറയും. എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ. അതാണ് എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ള പാട്ട്. അതാണ് ഭാസ്കരൻ മാഷ് എഴുതുന്നത്. ഒറ്റ സമയം എൻ്റെ മുമ്പിൽ ഇരുന്നിട്ടാണ് എഴുതുന്നത്. ഞാൻ അതിശയിച്ച് എങ്ങനെ എല്ലാം ഇങ്ങനെ എഴുതുന്നത് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ ഒരിക്കലും എൻ്റെ മനസ്സിൽ ആ ട്യൂൺ വരുന്നില്ല. ഞാനത് എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ, എന്നാദ്ര നയനങ്ങൾ തുളച്ചില്ലല്ലോ. പക്ഷെ അത് ജോൺസന്റെ കയ്യിലെത്തുമ്പോൾ ജോൺസൺ ട്യൂൺ ഇടുമ്പോഴും ഞാനുണ്ട് മുമ്പിൽ. അപ്പോൾ എൻ്റെ അത് എങ്ങനെയാണ് അദ്ദേഹം ട്യൂൺ ചെയ്യാന്നാണ് നോക്കുന്നത്. ഞാൻ എൻ്റെ ആദ്യത്തെ റെക്കോർഡിംഗ് ആണത്. ജോൺസൺ 4 ഇത് ഈ പാട്ട് എന്നിട്ടും വാക്ക് വെച്ചിട്ട് ആ ട്യൂൺ തുടങ്ങുന്നത് ഫാന്റാസ്റ്റിക്. ഞാനിപ്പോൾ ഇവിടെ ഈ കമ്പനിയിൽ വന്നിട്ട് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് ചോദിക്കുന്നതും എന്നെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ജോലി തരുന്നത് രണ്ടല്ലേ. അത് ഇതിലുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല, എല്ലാത്തിലും ഉണ്ട്. അപ്പം അനുഭവങ്ങൾ ഒരുപാടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേരുടെ ഒരുപാട് അനുഭവങ്ങൾ പുരുഷനും സ്ത്രീകൾക്കൊക്കെ ഉണ്ട്. അതുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ റീസൺസ് വേറെ ആയിരിക്കും. അതിന് നമുക്ക് നിയമം കൊണ്ടോ ബാക്കിയുള്ള കാര്യം കൊണ്ടോ മാറ്റാൻ പറ്റില്ല. അതൊരു സോഷ്യൽ റിഫോർമേഷൻ കൊണ്ട് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. അയാളെ ഞാൻ കെട്ടിപ്പിടുത്തം പിടിച്ചിരുന്നു. എനിക്ക് ഇന്നും അയാളെ മണം എനിക്ക് ഇപ്പോഴും കിട്ടും. ആ വേർപ്പിൻ്റെയൊക്കെ ഒരു സുഗന്ധം ഉണ്ടായിരുന്നു. ഞാൻ കരഞ്ഞുപോയി. ഞാൻ ആ പൈസ വാങ്ങിയില്ല. പക്ഷെ ആ മനസ്സുണ്ടല്ലോ കൂടെ ഇല്ലാതിൻ്റെ ആ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഈ അമ്മയും, ഞാൻ അങ്ങനത്തെ ഒരു ഫാമിലി ഒന്നും ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ചെയ്ത സിനിമകളിലെല്ലാം നല്ല നല്ല പാട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഗാനരചയിതാക്കളായാലും സംഗീത സംവിധായകർ എല്ലാവരും മികച്ച ആളുകളുമായിരുന്നു. ഇപ്പം ജോൺസൺ മാഷ് ഉണ്ടായിരുന്നു, മോഹൻ സിത്താര, രവീന്ദ്രൻ മാഷ്, പിന്നീട് ശരത്ത്, വിദ്യാസാഗർ, അങ്ങനെ പോകുന്നുണ്ട്. എഴുത്തുകാരും അതെ, ബിച്ചു തിരുമല എഴുതിയിട്ടുണ്ട്, ഭാസ്കരൻ മാഷ് എഴുതിയിട്ടുണ്ട്, ONV എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെ സ്വന്തം സിനിമകളിലെ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടം തോന്നിയിട്ടുള്ള പാട്ടുകളെ കുറിച്ചൊന്ന് പറയാം. എൻ്റെ 1 മുതൽ 0 വരെയുള്ള പാട്ടുകളുണ്ട്. എനിക്ക് തോന്നുന്നു നസീമ മുതലുള്ള പല പാട്ടുകളും ഉണ്ട്. അതിൽ എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ. അതാണ് എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ള പാട്ട്. അതാണ്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക, അന്ന് പാട്ട് ട്യൂൺ ഇട്ടിട്ടല്ല പാട്ട് എഴുതുന്നത്, പാട്ട് എഴുതിയിട്ട് ട്യൂൺ ചെയ്യുന്നത്. അപ്പം എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ എന്നുള്ള പാട്ട് എഴുതിയത് ഭാസ്കരൻ മാഷ് എഴുതുന്നത് ഒറ്റ സമയം എൻ്റെ മുമ്പിൽ ഇരുന്നിട്ടാണ് എഴുതുന്നത്. ഞാൻ അതിശയിച്ച് എങ്ങനെ എല്ലാം ഇങ്ങനെ എഴുതുന്നത് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ ഒരിക്കലും എൻ്റെ മനസ്സിൽ ആ ട്യൂൺ വരുന്നില്ല. ഞാനത് എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ, എന്നാദ്ര നയനങ്ങൾ തുളച്ചില്ലല്ലോ. പക്ഷെ അത് ജോൺസന്റെ കയ്യിലെത്തുമ്പോൾ ജോൺസൺ ട്യൂൺ ഇടുമ്പോഴും ഞാനുണ്ട് മുമ്പിൽ. അപ്പോൾ എൻ്റെ അത് എങ്ങനെയാണ് അദ്ദേഹം ട്യൂൺ ചെയ്യാന്നാണ് നോക്കുന്നത്. ഞാൻ എൻ്റെ ആദ്യത്തെ റെക്കോർഡിംഗ് ആണത്. ജോൺസൺ 4 ഇത് ഈ പാട്ട് എന്നിട്ടും വാക്ക് വെച്ചിട്ട് ആ ട്യൂൺ തുടങ്ങുന്നത് ഫാന്റാസ്റ്റിക്. നല്ല പാട്ടാണ്. അതും ജാനകി വന്ന് പാടിയോടുകൂടി അതിൻ്റെ മൂഡ് കംപ്ലീറ്റ് പോയി. എന്ത് രസമായിട്ട്. അത് ഇന്നും എൻ്റെ മനസ്സിൽ എന്നെ ഹോണ്ട് ചെയ്യുന്നൊരു പാട്ടാണ്. എന്നിട്ട് ആ പടത്തിൽ എന്നെ ഏറ്റവും ഹോണ്ട് ചെയ്യുന്നു ആ പാട്ട് മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ ഇപ്പോൾ തങ്ങി നിൽക്കുന്നു. പിന്നെ വന്നു കഴിഞ്ഞാൽ 1 മുതൽ 0 വരെയെല്ലാം എനിക്ക് എൻ്റെ രാജീ രാജീരം രാജു, അത് ഒരു ദിവസം എനിക്ക്
ഭയങ്കര രസമുള്ളൊരു അനുഭവം ഉണ്ടായത്. ഞാൻ ഈ പടമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് എപ്പോഴും ഒരിക്കൽ പ്രസാദ് സ്റ്റുഡിയോയിലേക്ക് കയറിയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ബാക്കിൽ നിന്നുണ്ട് ഒരു സൈഡിൽ നിന്ന് പെട്ടെന്നൊരു സ്ത്രീ ശബ്ദത്തിൽ രാജീ രാജീരം രാരെന്ന് പാടുന്നത്. ചിത്രം പാടിയതാണ്. ചിത്രം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നെ കണ്ടാണ് ചിത്രം പാടിയത്. പെട്ടെന്ന് ഞാൻ അതിശയിച്ചു പോയി. ഒരിക്കലും മറക്കില്ല അവരെ. എന്തൊരു സന്തോഷമായിരുന്നു പറയും. അങ്ങനത്തെ ഒരു മൊമെൻ്റ് ഉണ്ട് എൻ്റെ മനസ്സിൽ. ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യാൻ ഇതിൻ്റെ റെക്കോർഡിങ് സെഷനും കമ്പോസിങ് സെഷനുമാണ്. ഇപ്പം അതില്ല, വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. റെക്കോർഡിങ് സെഷനൊക്കെ ഞങ്ങൾ അതിശയിച്ച് അസാധാരണമായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. എല്ലാ ഇൻസ്ട്രുമെൻസും മുമ്പിൽ വന്ന് ഹോളിൽ വന്ന് മ്യൂസീഷ്യൻ വന്ന് പാട്ടുകാരൻ വന്ന് സ്ട്രെയിറ്റ് പാടുകയല്ലേ. ഞാൻ ആ ഇളയരാജയുടെ ഒക്കെ കോമ്പോസിഷൻ റെക്കോർഡിങ് സെഷനൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. അതൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഒറ്റയ്ക്കിരുന്ന് ചെയ്യല്ലേ, കാണുകയല്ലേ. ഇപ്പോഴത്തെ സിനിമയിൽ അത് നമുക്ക് അത് നഷ്ടപ്പെട്ടു പോകുന്ന ഏറ്റവും വലിയ സംഗതി അതാണ്. മ്യൂസിക് സെഷൻ കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു പോയി. അതൊക്കെ കുറേശ്ശെയായിട്ട് വീട്ടിലിരുന്ന് വൈദ്യർ ലേഹ്യം ഉണ്ടാക്കുന്ന പോലെ ആയി. എൻ്റെ ശരത്തിൻ്റെ പാട്ടുകൾ ഞാൻ കമ്പോസ് ചെയ്യുന്ന സമയത്ത് ശരത്ത് ശരത്തിന് നേരത്തെ നല്ല പരിചയമാണ്. അതിൽ ശരത്തിൻ്റെ കൂടെയാണ് ഞാൻ കൂടുതൽ സമയം ഇരുന്നത്. അത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സിന്ധുരേഖയിലൊക്കെ ശരത്ത് പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്തൊക്കെ കൂടെ ഇരുന്ന് മിഴിച്ചിരിക്കും. ഞാൻ ശരത്തിനോട് പറയും, ഇപ്പം നീ പാടി അതിൻ്റെ ഇത്രയും ഇത്രയും എടുത്ത് ഒട്ടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിരിക്കും. അവൻ ഒട്ടിക്കും. ഞാനിങ്ങനെ പെറുക്കും, കഷ്ണം എടുത്ത് പെറുക്കിയിട്ട് കൊടുക്കും. നീ അതിൻ്റെ അത് വെച്ചിട്ട് എനിക്ക് സംഗീതം പാടാനും അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാനും പറ്റില്ല, പക്ഷെ ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷെ അവന് പാടിത്തരും, ഞാൻ അതാക്കും. ഞാൻ ഇത് അങ്ങനെ മുറിച്ചെടുത്ത് ഉണ്ടാക്കിയൊരു പാട്ടാണ്, പ്രതീക്ഷിക്കാത്ത പാട്ടാണ് സിന്ദൂരരേഖയിലെങ്ങോ. എന്ത് രസമുള്ള പാട്ട്. അവനത് ചെയ്തിരിക്കുന്ന രീതിയും പിന്നെ ചില പാട്ടുകൾ ഞാൻ മറന്നുപോയി വെച്ചാൽ എവിടെ നിന്നെങ്കിലും കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പം ഞാൻ പറയും, ഞാനിത് എവിടെ ഇത് പാട്ടാന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ സ്മിത എന്നോട് പറയും ഇത് രഘുവേട്ടൻ്റെ മുന്ന പടത്തിലെ പാട്ടാണ്. അങ്ങനെ പറഞ്ഞ പാട്ടാണ് ഈ കാലം കൈവിരലാൽ എന്നൊക്കെ പറഞ്ഞ പാട്ടുണ്ട്. അതാണ് കാലം എന്ന് പറഞ്ഞ സിനിമയിൽ യേശുദാസ് പാടിയൊരു പാട്ടുണ്ട്, കാലം കൈവിരലാൽ കളമെഴുതും കണിമലരി എന്ന് ബിച്ചു തിരുമല എഴുതിയ പാട്ട്. അതുപോലെ ആലിപ്പഴം പെറുക്കാനൊക്കെ ബിച്ചു എഴുതുന്ന സമയത്ത് എന്ത് രസമായിട്ടാണ് ബിച്ചു എഴുതാൻ അറിയോ, അത് ട്യൂണിട്ടൊക്കെ എഴുതുന്നതാണ്. ഇളയരാജയുടെ കോമ്പോസിഷനിൽ ഇരിക്കുമ്പോഴൊക്കെ ഭയങ്കര ത്രില്ലായിരുന്നു. ഞാൻ ഇളയരാജയുടെ കൂടെ അതിന് മുമ്പ് തമിഴ് പാട്ടിലൊക്കെ ഇരുന്നിട്ടുണ്ട്. സന്താന ഗോപാലത്തിലെ മധുസൂദനൻ നായർ എഴുതിയ പ്രദോഷ കുങ്കുമം എന്ന് പറഞ്ഞിട്ട് പാട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ലിറിക് സ്റ്റൈല് വേറെയാണ് ടോട്ടലി. ഇത്തിരി ഗഹനവും ഫിലോസഫിക്കലുമായിട്ടുള്ളൊരു പാട്ടാണ്. അത് ഞാൻ ഇടക്കിടക്ക് കേൾക്കാറുണ്ട്. മേലെ പറമ്പിലെ ആൺവീട്ടിലെ വെള്ളിത്തിങ്കൾ. എനിക്ക് അതിനൊരു ഷോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ശോഭനയുടെ ഷോട്ട് എടുത്തിട്ടുണ്ട്. ആനന്ദക്കുട്ടനായിരുന്നു ക്യാമറ ഫോട്ടോഗ്രാഫി എനിക്ക് തോന്നുന്നു. പിന്നെ ഐ.വി. ശശിയുടെ ഒരു പടമുണ്ട് അർത്ഥന. അതിലെ ചില പാട്ടുകൾ മനസ്സിലെപ്പോഴും നിൽക്കുന്ന, ഇപ്പോഴും എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ പിന്നെ തങ്കത്തോണിയും തെന്മലയോരം. ആദ്യമായി അഭിനയിക്കുന്ന ഒരാളുടെ യാതൊരു ഭാവ പകർച്ചയും ഇല്ലാതെയാണ്, സത്യത്തിലൊരു അമ്പരപ്പിക്കുന്ന രീതിയിലാണ് തൊട്ടപ്പനിലെ അദ്രുമാനെ അവതരിപ്പിച്ചിരിക്കുന്നത്. പേടിയായിരുന്നു വാസ്തവത്തിൽ. പേടിയെന്നല്ല, കാരണം ഞാൻ വേറൊരാൾക്ക് വേണ്ടിയിട്ട് ദൃശ്യത്തിലേക്ക് വരില്ല, ഫ്രെയിമിലേക്ക് വരികയല്ലേ. അപ്പം ഇത് ശരിയായിട്ടില്ലെങ്കിലോ, അദ്ദേഹത്തിന് വേണ്ടത് കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു ഭയമുണ്ടായിരുന്നു ആദ്യം. ഭയം എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു അത് വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുൻകൂട്ടി പലപ്പോഴും ഞാൻ അത് വേണ്ടാന്ന് വെക്കായിരുന്നു. ഷാനവാസിനോട് പറഞ്ഞു, പലതവണ പറഞ്ഞു. ഷാനവാസ് സമ്മതിച്ചേ ഇല്ല. രണ്ടാളോട് ഞാൻ ചോദിച്ചു, ഒന്ന് മക്കളോട് ചോദിച്ചു, ഞാനിങ്ങനെ ചെയ്യട്ടെ, അച്ഛൻ ധൈര്യമായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞോട്. അവർ പിന്നെ അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്ന മക്കളായതുകൊണ്ട് അവർ പറയും. സ്മിതയോട് ഞാൻ ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. പിന്നെ ഞാൻ ചോദിച്ചത് അൻവർ റഷീദിനോടാണ്. അൻവർ പറഞ്ഞു, സാറ് ഇല്ലെങ്കിൽ ഞാൻ പിടിച്ച് തള്ളിയിടും അതിനകത്ത് എന്ന് പറഞ്ഞു. അതായത് എനിക്ക് അത് സാധിക്കുമോ എന്ന് ആത്മവിശ്വാസം ഇല്ലാത്തല്ല, ഞാൻ
കൊടുക്കുന്ന സാധനം അദ്ദേഹത്തിന് വേണ്ടി വന്നില്ലെങ്കിലോ എന്നുള്ളൊരു തോന്നും. ഇതെല്ലാം വേണ്ടതെന്ന് തോന്നിയാലും ഇതല്ല എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് പറയുന്ന മാതിരി എൻ്റെ ആ ക്യാരക്ടർ ഇങ്ങനെയല്ല എന്ന് ഷാനവാസ് പറഞ്ഞാലോ. അപ്പം ഞാൻ ഷാനവാസിനോട് പറഞ്ഞു വേറെ ആളെ വെക്കാൻ, ആദ്യം മനസ്സിൽ വെക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു സത്യനന്ദിയെ കാണാനാണ്. രണ്ടുപേരുടെ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. മക്കളോട് ചോദിച്ചു എന്ന് പറയുന്നതും സ്മിതയോട് ചോദിച്ചു പറയുന്നതും അത് ഫാമിലി സംഗതി ആയിരുന്നു. മക്കൾ പിന്നെ എനിക്ക് ഞാൻ മക്കളോടെല്ലാം ചോദിക്കും. സത്യനും പറഞ്ഞു ചെയ്യാൻ ധൈര്യമാണ്. അപ്പം എനിക്കൊരു രണ്ടുപേർക്കും എൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് നോക്കാൻ. അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ ആദ്യത്തെ ഷോട്ട് എടുക്കുന്നത്. അപ്പം ഞാനൊരു കുറച്ച് നേരത്തേക്ക് ഞാൻ മനസ്സിലാക്കി എനിക്ക് കണ്ണൊന്നും കാണില്ല, അങ്ങ് വിശ്വസിച്ചു, മനസ്സിൽ വിചാരിച്ചു. അതിന് കാഴ്ചയില്ലാത്ത ഒരാളായിട്ടാണ് അഭിനയിക്കുന്നത്. ആദ്യത്തെ ഷോട്ട് എടുത്ത് കഴിഞ്ഞിട്ട് സുരേഷ് ക്യാമറാമാൻ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു, ഷാനവാസം വന്ന് കെട്ടിപ്പിടിച്ചു. ഒരു ധൈര്യം വന്നു. ധൈര്യമല്ല ചെയ്യാം എന്നുള്ളത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ അഭിനയിക്കുന്നുണ്ട് എന്നുള്ളത്. സ്ക്രീനിൽ കണ്ടപ്പോഴെന്താ തോന്നിയത്? സ്ക്രീനിൽ കാണുമ്പോഴേ എനിക്ക് ചിരി വരും. എനിക്ക് എന്നെ തന്നെ കാണുമ്പോൾ ചിരി വരും. പിന്നെ മകന് ആദ്യത്തെ സീൻ പടം കണ്ടപ്പോഴേ പെട്ടെന്ന് അതിലുമാൻ നടന്നു വരുമ്പോൾ എന്തോ വീഴാൻ പോകുന്ന കണ്ടപ്പോൾ അവൻ പെട്ടെന്ന് പിടിക്കാൻ മതി. എന്നിട്ട് അവൻ ഓഫ് ചെയ്തു, TV മോണിറ്റർ ഓഫ് ചെയ്തു. അവന് ശരിയാവുന്നില്ല. അച്ഛൻ എന്നുള്ളത് നമ്മളെ കാണുന്നത്. അതെനിക്ക് തോന്നുന്നു മിക്ക നടന്മാരുടെയും മക്കള്, പാരൻസ്, വൈഫ്, ക്ലോസ് റിലേറ്റീവ് ആയിട്ട് അവരൊന്നും ആ ക്യാരക്ടറല്ല കാണുന്നത്. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. വ്യക്തിനെ തന്നെയാണ് കാണുന്നത്. അപ്പൊ അവര് ആ ക്യാരക്ടർ പറയുന്ന വാചകങ്ങളെല്ലാം അയാളുടേതാണ്, അവരുടെ ആ വ്യക്തിയുടേതാണ്. അതുകൊണ്ട് എനിക്ക് പലപ്പോഴും പല നടന്മാരും പറയാറുണ്ട്, അവര് ചില ഭാര്യമാര് ചിലതൊന്നും എനിക്ക് ഇപ്പൊ ഞാനൊരു പടം ചെയ്തിരുന്നു, ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതിൽ ഞാൻ സ്മിതയോട് പറഞ്ഞിരുന്നു, ഞാനതിൽ അവർക്കറിയാം ഞാൻ ഉണ്ടെന്നുള്ളു. പക്ഷേ ഞാൻ വെടിവെച്ച് അവസാനം എന്നെ കൊല്ലുന്നുണ്ട് അതിനകത്ത്. അത് സ്മിത അറിയില്ല, ഞാൻ പറഞ്ഞിട്ടില്ല അവളോട്. പക്ഷേ ഞാൻ അടുത്തിരുന്നിട്ട് സിനിമ കാണുമ്പോഴും അവളത് കണ്ടപ്പോൾ അവൾ ഞെട്ടി. അവൾ ഭയങ്കര വിഷമായി, അവൾക്ക് അവനൊക്കെ മുറുക്കി പിടിച്ചവള് ആകെ വിഷമായിപ്പോയി. നേരെ മറിച്ച് ഞാൻ ആ സമയത്ത് അവിടെ ഇല്ല, അവൾ തനിച്ചാണത് കാണുന്നെങ്കിൽ ചിലപ്പോൾ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചേനെ, വിഷമം തോന്നിയേനെ അവൾക്ക്, ചിലപ്പോൾ കരഞ്ഞു പോയേനെ അവൾ. ഞാനുള്ളത് കൊണ്ട് അവളിപ്പോഴത് പറയുമ്പോൾ അവള് ചുണ്ട് വിറക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അത് സംഭവിക്കും. അപ്പം ഞാൻ ആലോചിക്കുന്നത് പല നടന്മാർക്കും അത് പ്രശ്നം, നടികൾക്കൊക്കെ ഉണ്ടാവില്ല, ആ പ്രശ്നം ഉണ്ടാവാം, ആവും. ഓ ബേബിയിലെ കുട്ടച്ഛനും അത് എനിക്ക് എൻ്റെ തമാശ എന്ന് വെച്ചാല് എന്നോട് പലരും ആ പടം നന്നായിട്ടുണ്ട്, നല്ല ക്യാരക്ടർ എന്ന് പറയുമ്പോഴും സാറ് എങ്ങനെ എന്നാ ചോദിക്കുക. അവരൊക്കെ എന്നെ കാണുന്നത് ശാന്തമായിട്ടാണ്, കഥാപാത്രമാണെന്നുള്ളവര് മറന്നു പോകും. അതിപ്പോ അടുത്തൊരു പടം വന്നിരുന്നു, മധുരം ജീവാമൃത ബിന്ദു എന്ന പടം. അതിൽ എൻ്റെ പേര് കടുവ എന്നാണ് അത്ര. ഞാൻ അറിയില്ല, അത് ഭയപ്പെടുത്തുന്ന ഒരു പേരാണ്, മുരടനായ ഒരാളെ പേരാണ്. അപ്പം എനിക്ക് മുസ്ലിം മറുപടി അയച്ചു, എനിക്ക് മെസ്സേജ് വന്നു, അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ കടുവ എന്നുള്ള വാക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, സാറിന് എങ്ങനെ കടുവ എന്നൊക്കെ പറയാൻ ശരിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്താ പറയാ, ഒരുപാട് നാളായിട്ട് സിനിമയ്ക്കൊപ്പമുള്ള ആളാണല്ലോ. ഇപ്പം സിനിമയിൽ ആളുകൾ അവർക്ക് ആ ഒരു സിനിമ എന്ന തൊഴിലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ പറയുന്നുണ്ട്, പ്രത്യേകിച്ചും സ്ത്രീകൾ. അപ്പം അങ്ങനെ സിനിമയായിട്ട് ഇത്രയും കാലം വെച്ചുള്ളൊരു പരിചയം എങ്ങനെയാണ് ആ ഒരു സാഹചര്യങ്ങളെ നോക്കിക്കാണുന്നത്? ഇതിനൊരു സോഷ്യൽ പ്രോബ്ലം ഉണ്ട്. ഇത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരാത്. നമ്മളുടെ സ്റ്റാൻഡാണ് ഏത് സംഗതിയിലും നമ്മളെന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് വേണമെങ്കിൽ ഒരു ഡയറക്ടറെ പോയിട്ട് ദിവസവും പോയി സംസാരിച്ചിട്ട് എനിക്ക് പടം വേണം, സ്ക്രിപ്റ്റ് എഴുതണം, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പം എനിക്ക് സംഭവിക്കുന്നത് വേറെ വിധത്തിലായിരിക്കും. എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് എത്രയോ മെസ്സേജുകൾ വരാറുണ്ട്, അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, ഇത് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഇന്ന് വന്ന മെസ്സേജും കൂടെ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ അഭിനയിക്കാൻ ആഗ്രഹിക്കും. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അവർക്ക് അപ്പം ആ ഒരു എക്സ്പ്രഷനിൽ കിട്ടുന്ന മെസ്സേജ് മറുപടിയും അവരുടെ സമീപനമൊക്കെ വേറെ ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഈ കമ്പനിയിൽ വന്നിട്ട് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് ചോദിക്കുന്നതും എന്നെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ജോലി തരുന്നതും രണ്ടല്ലേ. അത് ഇതിലുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല, എല്ലാത്തിലും ഉണ്ട്. അപ്പം അനുഭവങ്ങൾ ഒരുപാടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേരുടെ ഒരുപാട് അനുഭവങ്ങൾ, പുരുഷനും സ്ത്രീകൾക്കൊക്കെ ഉണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ റീസൺസ് വേറെ ആയിരിക്കും.
അതിന് നമുക്ക് നിയമം കൊണ്ടോ ബാക്കിയുള്ള കാര്യം കൊണ്ടോ മാറ്റാൻ പറ്റില്ല. അതൊരു സോഷ്യൽ റിഫോർമേഷൻ കൊണ്ട് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. പരസ്പര ബഹുമാനം ഉണ്ടാവുക. എത്രയോ നടന്മാർ നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, അവരുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർ പലപ്പോഴും ചാൻസ് വെച്ച് പോവുകയും പിന്നെ കിട്ടാതാവുകയും പിന്നീട് അവർ പ്രശസ്തരാകുമ്പോൾ അതേ ആൾ വന്ന് ചാൻസ് പടം ചോദിക്കുമ്പം അവർ പെരുമാറുന്നു ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങോട്ട് പോയിട്ട് ഒരാളൊരു ചാൻസ് ചോദിക്കുന്നതും അപ്പം ചാൻസ് ചോദിക്കേണ്ട ചാൻസ് കിട്ടുമെന്ന് ചോദിക്കും. ബാക്കി എല്ലാത്തിനും നമ്മൾക്ക് ജോലി കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും ഇത് കിട്ടണമെങ്കിൽ അയാൾക്ക് ഒരു കഴിവുണ്ടെന്ന് തെളിയിക്കണമെങ്കിൽ എന്തെങ്കിലും കിട്ടണ്ടേ? ആ അറ്റംപ്റ്റിലാണ് പലതും സംഭവം. പിന്നെ ചില ആൾക്കാരുടെ ആഗ്രഹങ്ങൾ വേറെ ആയിരിക്കും, പലതും ഉണ്ടാവാം. ഞാൻ കണ്ടിട്ടുണ്ട്, വെറും സാമ്പത്തിക ലാഭം മാത്രം നോക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അന്നത്തെ ഒരു സിനിമ ചുറ്റുപാടും പിന്നീട് മാറി മാറി വരുന്ന ചുറ്റുപാടും ഒക്കെ കണ്ടിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് ആ ഒരു സാഹചര്യങ്ങളെ വിലയിരുത്തുന്നത്? അതായത് സിനിമയിലുള്ള ബന്ധങ്ങളായാലും സിനിമയുടെ ആ ഒരു പരിസരമായാലും അതല്ലാതെ ടെക്നോളജി എല്ലാം മാറുകയാണല്ലോ. അപ്പോൾ കഥാപരിസരവും ഒക്കെ മാറുന്നൊരു കാലത്താണ് നമ്മൾ. അപ്പം എങ്ങനെയാണ് ആ കാലവും ഈ കാലവും വിലയിരുത്തുന്നത്? ഇന്നിപ്പം ലോക വരെ അഭിനയിച്ച് നിൽക്കുകയാണ്. അപ്പം ഏറ്റവും പുതിയ തലമുറയ്ക്കൊപ്പം വരെ സിനിമ ചെയ്തിട്ടുമുണ്ട്. ഇല്ല, സിനിമ നന്നാവുന്നേ ഉള്ളൂ. ടെക്നിക്കൽ വൈസ് സിനിമ വളരെ അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുക. പണ്ട് നമ്മൾ മനസ്സിൽ കാണുന്ന ഒരു തിരക്കഥാകൃത്ത് മനസ്സിൽ കാണുന്ന വിഷ്വലല്ലേ എല്ലാം, ആ വിഷ്വലിനെ ഇപ്പം അതേ വിഷ്വലിനെ ഇപ്പം നമ്മൾക്ക് അതിനേക്കാൾ എത്രയോ ഇമ്പാക്റ്റോട് കൂടി കാണിക്കാൻ പറ്റും. സിനിമ സെല്ലുലോയിഡിൽ നിന്ന് മാറി ഡിജിറ്റലായി മാറി, ഫിലിം നിന്ന് മാറി ഡിജിറ്റലായി മാറി. അപ്പം തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. പക്ഷെ ഇവിടെ ചെറിയൊരു വിഷമം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഇപ്പോഴത്തെ ഈ യങ്സ്റ്റേഴ്സ് പലതും അത്ഭുതങ്ങളോടെ കാണുന്നതിനൊക്കെക്കാളും അത്ഭുതത്തോടെ മുൻപത്തെ തലമുറ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് അവർക്ക് പഠിക്കുന്നില്ല. അതെന്തുകൊണ്ട് സംഭവിക്കുന്നുള്ളതാണ്. വെറും ഫോട്ടോഗ്രാഫിയിൽ മാത്രം കൊണ്ടുവന്ന ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫി ചെയ്തു വെച്ച പടങ്ങളൊന്നും എന്തുകൊണ്ട് ഒരു പഠിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനൊരു സാധ്യത കിട്ടുന്നില്ല അവർക്ക്. പലർക്കും അറിയുന്നില്ല ഈ ചെയ്തു വെച്ചിരുന്ന സാധനത്തിൻ്റെ വേറെ സംഭവം വളരെ ഭംഗിയായിട്ട് പണ്ടേ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട് ആൾക്കാർ. ഇപ്പം ഞാൻ ഉദാഹരണം പറയണമെങ്കിൽ, ഇപ്പോൾ ഒരു 3D സിനിമ അന്ന് ഞങ്ങളെല്ലാം ക്യാമറയുടെ മുൻപിൽ നൂലും തുണിയും വെച്ചിട്ട് ഉണ്ടാക്കി വെച്ച സാധനമാണ്. ഇന്നത്തെ പോലെ സ്പെഷ്യൽ ഇഫക്ട്സ് ഒന്നുമില്ല, അന്ന് സാധിക്കില്ല, അത് അന്നില്ല. പണ്ട് വാഴവേമായ എന്നൊരു സിനിമയുണ്ട് മുമ്പ് വന്ന്, സത്യനും ഷീലയൊക്കെ അഭിനയിച്ച പടം. അതിലൊരു പാട്ടുണ്ട്, സീതാദേവി സ്വയംവരം ചെയ്തൊരു ത്രേതായുഗത്തിലെ ശ്രീരാമൻ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. ആ പാട്ട് നിൽക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സത്യനും ഷീലയും വന്നിട്ട് ഒരു ഷെൽഫിന്റെ മുൻപിൽ വന്ന് നിൽക്കും. അവിടെ ഈ ഷീലയുടെ ഒരു ചെറിയൊരു ഒരു കുടം പിടിച്ചിട്ടുള്ള ഒരു പ്രതിമയുണ്ട് അതിന് മുകളിൽ, ആ ഷെൽഫിന്റെ മുകളിൽ. ഇതിനൊരു വരി പാടിയിട്ട് സത്യൻ അതിനൊന്ന് തൊടുമ്പോൾ ഉടനെ അത് ഷീലയായി മാറിയിട്ട് ഡാൻസ് ചെയ്യും. ഇവര് നോക്കി നിൽക്കുന്നുണ്ട് ഭയങ്കര അത്ഭുതത്തോടെ. അത് ക്രൗൺ തിയേറ്ററിൽ ആ പടം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് വന്നതും അവൾ ഡാൻസ് ചെയ്യുന്നതും ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട്. ഞാൻ മുതൽ എല്ലാവരും അതിശയിച്ചിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ ഭംഗി എന്താണെന്ന് വെച്ചാൽ, അത് മെല്ലി ഇറാനി ഷൂട്ട് ചെയ്തതാണ്. മെല്ലി ഇറാനി എന്ന് പറയുന്ന ഫേമസ് സിനിമാറ്റോഗ്രാഫർ. അതിൽ ഇവളുടെ ഷാഡോ ഡാൻസ് ചെയ്യുന്നുണ്ട്. അതൊരു ഫോട്ടോഗ്രാഫി ട്രിക്കായിരുന്നു. അങ്ങനെ കുറേ സിനിമകളുണ്ടായിരുന്നു പണ്ട് ചെയ്ത്. ഇപ്പോഴത്തെ സിനിമകളിൽ നമ്മൾ കാണിക്കുന്ന അത്ഭുതങ്ങൾ മുഴുവൻ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനപ്പുറം ചെയ്യാൻ പറ്റും. പക്ഷെ ഔട്ട്സ്റ്റാൻഡിങ് ടെക്നീഷ്യൻസ് ഇപ്പോഴുണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് ഇമാജിനേഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ പലതും ആവർത്തനങ്ങളാണെന്നുള്ള മാത്രമാണ് വ്യത്യാസമുള്ളൂ. എനിക്ക് യങ്സ്റ്റേഴ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വർക്ക് ചെയ്ത ആൾക്കാരെയൊക്കെ കുട്ടികളോടൊക്കെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തത്. പക്ഷെ ഒരുപാട് പേരുണ്ട്, പണ്ടത്തെ അത്ര അല്ല, ക്രൗഡഡ് ആണ് ഇപ്പോൾ. ഇഷ്ടംപോലെ പേര് എത്രയോ പേര് തിരക്കഥകൾ എഴുതി കാത്തിരിക്കുന്നുണ്ട്. 4-5 തിരക്കഥകൾ എഴുതിയ ആൾക്കാരൊക്കെ എനിക്കറിയാം, കാത്തിരിക്കുക. അവരൊക്കെ അവരെന്താ എഴുതിയെന്ന് അവർക്ക് അറിയില്ല, അത് വേറെ കാര്യം, എനിക്കറിയില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഇരിക്കാറുണ്ട്, ചില ആൾക്കാരുടെ ഡിസ്കഷനൊക്കെ ഇരിക്കാറുണ്ട്. അനുഭവം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, ഇവർ കാണുന്ന രീതികളിലും എല്ലാം തന്നെ ഇവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അത്രയൊക്കെ പറയാൻ പറ്റും. പക്ഷെ ബ്യൂട്ടിഫുൾ ഫിലിംസ് ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. നല്ല ക്രിയേറ്റീവ് സെൻസ് ഉള്ള ആൾക്കാർ. ഞാനിപ്പോൾ ലോകയിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് നല്ല ഫ്രണ്ട്ഷിപ്പാണ് ആൾക്കാർ. ഓഫീസർ ഓൺ ഡ്യൂട്ടി ചെയ്ത സമയത്ത് ഔട്ട്സ്റ്റാൻഡിങ്, എന്താ അവരുടെയൊക്കെ ബന്ധങ്ങളും സ്നേഹങ്ങളൊക്കെ. ഞാൻ പിന്നെ അവർ ഡീൽ ചെയ്യുന്നതൊക്കെ വേറെ രീതിയിലാണ്.
എനിക്ക് ലൊക്കേഷനിൽ പോയാലൊക്കെ ഇത്തിരി തമാശയൊക്കെ പറഞ്ഞിരിക്കണം. എനിക്ക് ടെൻഷൻ തീരെ ഇഷ്ടമല്ല. പക്ഷെ പണ്ടത്തെയാണ് ഏറ്റവും നല്ലത്, അങ്ങനെയൊന്നും അഭിപ്രായമൊന്നുമില്ല. പഴയ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന അത്ഭുതങ്ങളായ പ്രതിഭാശാലികളുടെ ആ ഇത് മിസ്സിങ് ഞങ്ങൾക്കുണ്ട്. ഇപ്പം എനിക്കിപ്പോൾ ഒരു സ്ക്രിപ്റ്റ് എഴുതണമെങ്കിൽ, ഞാനിപ്പോൾ ഒരു ഫാമിലി സബ്ജക്റ്റ് ആലോചിക്കണമെങ്കിൽ എനിക്ക് കഥാപാത്രങ്ങളുണ്ടാവും, പക്ഷേ ക്യാരക്ടേഴ്സ് എൻ്റെ കയ്യിലില്ല. പണ്ട് എനിക്കറിയാം, മുൻപ് ആ ക്യാരക്ടറായിട്ട് ഇദ്ദേഹം വരും എന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ തോന്നിപ്പിക്കാം, ചോദിക്കാം. ഇപ്പം എനിക്ക് അങ്ങനെ ആളെ കാണാൻ പറ്റുന്നില്ല. ഇപ്പം എനിക്കൊരു മീശയില്ലാ വാസുവിനെ സൃഷ്ടിക്കാൻ പറ്റില്ല, കാരണം ആ പറവ് ഭരതൻ ഇല്ല. പക്ഷെ വേറെ എത്രയോ ഭരതന്മാരുണ്ടാവും, പക്ഷെ എവിടെയൊന്നും അറിയില്ല, കണ്ടെത്തണം. അതൊരു വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ പ്ലേസ്മെൻ്റ് ഒക്കെ മാറി. ഇപ്പം എനിക്ക് അത്ഭുതമാണ് ഞാൻ എങ്ങനെ ഇത്രയും പടങ്ങൾ വന്നതിന്. കാരണം എൻ്റെ അച്ഛനമ്മ ക്യാരക്ടേഴ്സൊക്കെ പോയില്ലേ സിനിമകളിൽ നിന്ന്, ഇപ്പം അധികം ഇല്ല. പക്ഷെ എന്നാൽ ഉള്ള സിനിമകളിലൊക്കെ അത് നന്നായിട്ട് വരുന്നുണ്ട്. ഇപ്പം കുട്ടികളൊക്കെ ഇപ്പം റൈറ്റേഴ്സൊക്കെ എഴുതുന്നതൊക്കെ പുതിയ വേറെ ടൈപ്പ് കണ്ടന്റ് ഒക്കെ വെച്ചിട്ടൊക്കെയാണ്. മാജിക്കൽ റിയലിസം ആഖ്യാന ശൈലിയാക്കി ചെയ്തൊരു സിനിമയാണല്ലോ വിസ്മയം. അത്തരം ഒരു സിനിമ എന്നുള്ള ആശയം എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത്? അത് ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പടമാണ് വിസ്മയം. വളരെ പ്രതീക്ഷിച്ചതിനൊക്കെ മുകളിലാണ് എനിക്ക് ആ സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റിയത്. പക്ഷെ ഒരുപാട് നേരത്തെ പറഞ്ഞ കുറെ അങ്ങോട്ട് ഓർബിറ്റ് ഒക്കെ വിട്ട് വേറെ എവിടെയൊക്കെ എത്തി. പക്ഷെ അത് പലർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പിന്നീട്. അതൊക്കെ വേണുഗോപാലിന് നല്ല ഫോട്ടോഗ്രാഫിയാണ് പടം. വേണുഗോപാലിന്റെ കൂടെ പിന്നെ ഒരു പടം ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന്റെ ഏറ്റവും വലിയ ഹ്യൂമർ എന്താണെന്ന് വെച്ചാൽ, എഴുതി കഴിഞ്ഞ് തിയേറ്ററിൽ പടം കണ്ടപ്പം ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആൾക്കാർക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ കോമഡി. ഞാൻ ചെയ്തിരിക്കട്ടെ. അതിനോട് ആ പ്രൊഡ്യൂസർ അടുത്ത പടം ചെയ്യാൻ പറഞ്ഞതാണ്, ഞാൻ അയാളോട് ഒഴിവാക്കിയതാണ്, വേണ്ടാന്ന് വെച്ചാണ്. അദ്ദേഹം എനിക്ക് 4 പടങ്ങൾ തന്നതാണ്. ആ മനുഷ്യൻ നല്ലൊരു മനുഷ്യനായിരുന്നു. ചെയ്ത സിനിമകളൊക്കെ, സംവിധാനം ചെയ്ത സിനിമകളൊക്കെ മികച്ചത് തന്നെയായിരുന്നു. പക്ഷെ പിന്നെ തുടരെ സിനിമകൾ കണ്ടില്ല. അത് ഈ സംവിധാനം ഒന്നും എളുപ്പമല്ല, പടം കിട്ടണ്ടേ. നമ്മൾ സ്ക്രിപ്റ്റിലേക്ക് പോകും, സ്ക്രിപ്റ്റ് എഴുതി കഴിയുമ്പോഴേക്കും അടുത്ത സ്ക്രിപ്റ്റിലേക്ക് പോകും, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്നൊരു പടം ചെയ്യാതെ ഒരു സിനിമ ചെയ്യാന്ന് പറയുന്നത് എളുപ്പമല്ല. പല എലമെന്റ്സും അതിൽ എന്താ പറയുക ഇൻകോർപ്പറേറ്റ് ചെയ്ത് വരണം. എഴുതാൻ എളുപ്പമല്ല, ഒരു പെണ്ണ് മതി. ഇപ്പം എഴുതാനുള്ള മൂടും പോവാണ്, അഭിനയിക്കാൻ കിട്ടുന്നതുകൊണ്ട് എന്തെങ്കിലും പടം ചെയ്യുമ്പോൾ അത് മതി എന്ന് തോന്നും. പിന്നെ കുറേ കഴിഞ്ഞ് നമുക്ക് തന്നെ തോന്നും, വിരക്തിയല്ല, നമുക്ക് തോന്നും അടുത്ത് വേറെ എന്തെങ്കിലും ചെയ്യാൻ തോന്നും. അത്രയേ ഉള്ളൂ. സിനിമ 10000 സിനിമ മനസ്സിലുണ്ട്, പല കഥകളുണ്ട്, പലതും വരും. പക്ഷെ നമുക്കതിൻ്റെ ഒരു എല്ലാം കൂടെ അക്യുമുലേറ്റ് ചെയ്ത് എത്താനുള്ള ഒരു അവസ്ഥ ആയി വരണം. ഒരു സിനിമ ഒരാൾക്ക്, ഒരു സംവിധായകൻ ഡയറക്റ്റ് ചെയ്ത് വരണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ഇപ്പോൾ തന്നെ 5-6 വർഷങ്ങളൊക്കെ എടുത്തിട്ടാണ് ഓരോ സിനിമ തീർക്കുന്നത്. ഈ സിനിമ നമ്മൾ ഇറങ്ങുന്ന സമയത്തേ കാണുന്നുള്ളൂ. പക്ഷെ അതിൻ്റെ ഗർഭാവസ്ഥ എപ്പോഴാണെന്ന് ചിന്തിച്ച് നോക്കുമ്പോഴാണ് നമ്മൾ അതിശയിക്കുക. എത്രയോ പേരുണ്ട്, പണ്ട് അത് ഉണ്ടായിട്ടില്ല. എനിക്കൊന്നും അങ്ങനെ കുറേ സമയമെടുത്ത് ചെയ്ത സിനിമകളില്ല, എൻ്റെ ഓർമ്മയിലില്ല. തുടങ്ങിയത് നിന്ന് പോയിട്ടുണ്ട്, വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൂജ കഴിഞ്ഞ് പാട്ടൊക്കെ റെക്കോർഡ് ചെയ്ത പടങ്ങളൊക്കെ ഉണ്ട്, പിന്നീട് നിന്ന് പോയിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഈവൻ മോഹൻലാലിൻ്റെ പടം വരെ ഉണ്ട്, നിന്ന് പോയിട്ടുണ്ട്. ഒരു സിനിമ എനിക്ക് 16 വർഷം എടുത്തിട്ടുണ്ട് ഒരു സിനിമ ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ. അത് എൻ്റെ കുറ്റമല്ല, എൻ്റെ തെറ്റല്ല. 16 വർഷത്തിൽ ഞാൻ എടുത്തിട്ടും അത് തീരാതായപ്പോൾ, അത് തീരുന്നതിന് മുമ്പേ ഇത് കഴിഞ്ഞിട്ട് മതി അടുത്ത തിരക്കഥ എന്ന് ഞാൻ തീരുമാനിച്ചിട്ട് ഞാൻ ഒരുപാട് കാലമൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നതാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സ്നേഹത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്നാണ് അടുപ്പമുള്ളവര് താങ്കളെ വിശേഷിപ്പിക്കാറുള്ളത്. എങ്ങനെയാണ് പുറത്തും സിനിമയ്ക്ക് ഉള്ളിലും സിനിമയ്ക്ക് പുറത്തും ഒക്കെയുള്ള ബന്ധങ്ങൾ? അത് സ്നേഹത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ഒക്കെ പറയുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ശരിയും വരും. അവനവനെ സ്നേഹിച്ചാൽ തന്നെ നമ്മളെല്ലാവരും സ്നേഹിക്കും. അവനവനെ സ്നേഹിക്കുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റും. നമുക്കൊന്നും തോന്നില്ല. എനിക്ക് ആഗ്രഹങ്ങളൊന്നും ഇല്ലാതിരിക്കുക, ആഗ്രഹങ്ങളൊന്നും വേണ്ട. എന്തിനാ ആഗ്രഹിക്കുന്നത്? ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് എന്നെ മാത്രമാണ്. എന്നെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. ഒന്നിലും എന്നെ തന്നെ എങ്ങനെ ഞാൻ കെട്ടിപ്പിടിക്കും. ഇത് സുഖറിയാം കെട്ടിപ്പിടിച്ച് നോക്കുക. അപ്പം നമ്മളോട് ചേർന്ന് നിൽക്കുന്ന എല്ലാത്തിനും നമ്മൾ സ്നേഹിച്ചു പോകും. എന്താ ഈ സ്നേഹം എന്ന് പറയുന്നത്? നമ്മൾ സ്വയം അനുഭവിക്കുന്ന ഒരു ആനന്ദമാണ് എനിക്ക് സംബന്ധിച്ചോളം. ആ ആനന്ദത്തിൻ്റെ അംശങ്ങൾ ബാക്കിയുള്ളവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവർ പറയും അയാൾക്ക് ഭയങ്കര സ്നേഹം എന്ന് പറയും. കാരണം എല്ലാം നമ്മൾ എടുക്കുക ചെയ്യുന്നത്, നമ്മളൊന്നും കൊടുക്കുന്നില്ല വാസ്തവത്തിൽ. ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല, അമ്മയിൽ നിന്ന് എടുത്തിട്ടേ ഉള്ളൂ. എല്ലാ ആൾക്കാരും അങ്ങനെയാണ് ചെയ്യുന്നത്. അമ്മയ്ക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അമ്മ പറയണം.
എനിക്ക് മോൻ്റെ അടുത്ത് നിന്ന് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന്. അത് അമ്മ നമ്മളോട് പറയില്ല, അമ്മ വേറെ ആരുടെങ്കിലാണ് പറയുക. അത് അമ്മയോട് ചോദിച്ചാൽ തന്നെ പറയുള്ളൂ. സോ എന്നെ സംബന്ധിച്ച് ഞാൻ ആർക്കും ഒന്നും കൊടുത്തു, എൻ്റെ ഭാര്യക്കോ മക്കൾക്കോ എൻ്റെ ചങ്ങാതിമാർക്കോ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ എല്ലാവരും എടുക്കുകയാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഇപ്പം നിന്നിൽ നിന്ന് ഞാൻ കുറേ എടുത്തിട്ടുണ്ട്, ഒരുപാട് എടുത്തിട്ടുണ്ട്. നിനക്ക് വല്ല പിടിയുണ്ട് എന്തൊക്കെ എടുത്തത്? എടുക്കുമ്പോൾ നമ്മൾ ആ എടുക്കുന്ന എലമെൻറ്റിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മളിലുള്ള ആ സ്വീകരിച്ച അവസ്ഥ അവരിലേക്ക് പ്രസരിക്കും. അങ്ങനെ ഞാൻ ഒരുപക്ഷെ ഒരുപാട് കാര്യങ്ങൾ പ്രസരിപ്പിച്ചിട്ടുണ്ടാവാം. അത് ഫിലോസഫിയോ എൻ്റെ വീരവാദമോ ഒന്നുമല്ല, ഞാൻ സത്യം പറയും. അപ്പം ആ എടുക്കുന്നത് അവരറിയും, അത്രയേ ഉള്ളൂ. അപ്പം ആ പ്രസരണം അവർക്ക് കിട്ടും. അപ്പം അത് സ്നേഹമായിട്ടും മാറും. കഴിയുന്നത്ര അവനവനെ സ്നേഹിക്കുക. ചെന്നൈയിലെ അനുഭവങ്ങൾ വളരെ രസകരമായി എഴുതാറുണ്ടല്ലോ. ചെന്നൈയിലേക്കുള്ള യാത്ര സിനിമയ്ക്ക് വേണ്ടി തന്നെയായിരുന്നു? അല്ല, ഒരു അഭയം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള യാത്രയായിരുന്നു. സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പോയത്. എന്തെങ്കിലും ചെയ്യണം, അച്ഛനെയും അമ്മേനെ സഹായിക്കണം. പിന്നെ എനിക്കറിയാം എനിക്ക് ഗവൺമെൻറ് ജോലിയൊന്നും കിട്ടില്ല എന്ന്. അതിന് ഞാൻ പ്രാപ്തനല്ല എന്ന് എനിക്കറിയാം. എനിക്കത് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഗവൺമെൻറ് ജോലി കിട്ടിയാൽ പിറ്റേ ദിവസം റിസൈൻ ചെയ്യും. പെട്ടെന്നാണ് തീരുമാനിക്കുന്നത് ഞാൻ മദ്രാസിലേക്ക് പോകാമെന്ന്. അപ്പോൾ ഡിസംബർ 25 അങ്ങനെ ഞാൻ ഫിക്സ് ചെയ്തു, ഞാൻ മദ്രാസിലേക്ക് പോകണം. മദ്രാസിൽ എവിടേക്കാണ് പോകണം, എന്താ ഒന്നും ചിന്തയില്ല. നാട് വിട്ട് പോവുകയാണ് മദ്രാസിലേക്ക്. അതിനു വേണ്ടി മുൻകൂട്ടി ഡേറ്റ് കാണുകയാണ്. ഇത് അച്ഛനോട് പറയുകയാണ് 25 ഞാൻ മദ്രാസിലേക്ക് പോകും, ചെന്നൈയിലേക്ക് പോകും. ചെന്നൈ അല്ലെന്ന്, മദ്രാസാണ് ഞാൻ പോകുന്നത്. അച്ഛൻ ചോദിക്കുന്നു നീ മദ്രാസിൽ എവിടേക്കാണ് പോകണം? അച്ഛനോട് ഞാൻ പറഞ്ഞു ഒരു എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാൻ വേണ്ടി പോകണം. എൻ്റെ ഉദ്ദേശം ഉണ്ടായിരുന്നത്, മനസ്സിലുണ്ടായിരുന്നത് ആന്ധ്രയിലൊക്കെ സഞ്ചരിച്ചിട്ട് ലേഖനങ്ങളൊക്കെ എഴുതിയിട്ട് പത്രങ്ങളൊക്കെ അയക്കുക എന്നാണ്. ഒരു ഐഡിയ ഇല്ല. പക്ഷേ എന്ത് ലേഖനം എഴുതുക ഒന്നും ഐഡിയ ഇല്ല എനിക്ക്. അതിൻ്റെ പ്രാക്ടിക്കൽ ലൈഫ് ഞാൻ ചിന്തിക്കുന്ന പോലില്ല. അങ്ങ് പോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഞാൻ പോകുമ്പോൾ ആ കാര്യം ഞാൻ പറയുന്നത് ജയന്തൻ നായരോടാണ്. ജയന്തനോട് പറഞ്ഞപ്പം ജയന്തൻ നായർ എനിക്കൊരു മറുപടി അയച്ചു. സൂക്ഷിക്കണം, വിഷമിക്കാൻ പാടില്ല, എന്തെങ്കിലും എന്നാൽ തിരിച്ചു വരണം. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യും, തമിഴ് സിനിമകൾ കണ്ടിട്ട് റിവ്യൂ അയക്കാൻ. അപ്പോൾ ഒരു പോയിന്റ് കിട്ടി. ഞാൻ അവിടെ ചെന്നു. തമിഴ് സിനിമകൾ പോയി കാണണമെങ്കിൽ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ട് കാണുന്ന പൈസ വേണ്ടേ. അപ്പോൾ ചെറിയ ചെറിയ പണികൾ എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു തമിഴ് സിനിമയുണ്ട്, ഏതൊരു സിനിമ അതിൻ്റെ പ്രൊഡ്യൂസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. ആദ്യം ഞാൻ ഒരു സിനിമയുടെ റിവ്യൂ എഴുതാൻ വേണ്ടിയിട്ട് കാണാൻ പോയത് ഡയറക്ടറെയോ സ്ക്രിപ്റ്റ് റൈറ്ററെയോ ആരെയല്ല, അതിന് നിർമ്മാതാവിനെയാണ്. നിർമ്മാതാവിൻ്റെ ഓഫീസ് കണ്ടുപിടിച്ചപ്പോൾ ആ നിർമ്മാതാവ് അവിടെ ഉണ്ടായിരുന്നു. അയാൾ ഓഫീസ് മാറിപ്പോയി. ആ ഓഫീസിൽ വേറൊരു നിർമ്മാതാവുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ബാലകൃഷ്ണൻ, കെ ബാലകൃഷ്ണൻ. അദ്ദേഹം മലയാളിയാണ്. അദ്ദേഹമാണ് എൻ്റെ അടുത്ത് ആ സിനിമയെ പറ്റിയ അദ്ദേഹത്തിൻ്റെ വേറൊരു പടം ഉണ്ടായിരുന്നു. ആ പടത്തെ പറ്റിയിട്ട് ഞാൻ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അദ്ദേഹത്തിന് ഒരു ചോദ്യത്തിന് ഉത്തരവൊന്നുമില്ല. എന്നെ അയാൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് നമ്പറൊക്കെ തന്നു. ഞാൻ പിന്നെ കുറേ ദിവസമൊക്കെ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്നു. അവിടെ വെച്ചിട്ടാണ് ഞാൻ ഇളയരാജനൊക്കെ പരിചയപ്പെടുന്നത്. അദ്ദേഹമൊക്കെ വരും അവിടെ. ഈവൻ സുഹാസിനി ചാരുഹാസനൊക്കെ പരിചയപ്പെടുന്നത്. സുഹാസിനിയെ വെച്ചൊരു പടം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആൾക്കാർ പ്ലാൻ ചെയ്തപ്പോൾ സുഹാസിനിയെ ചാരുഹാസനോട് സംസാരിക്കുന്നതും ചാരുഹാസന കൂടെ പോകുന്നതും ഭയങ്കര രസമായിരുന്നു. അങ്ങനെയൊക്കെ ഈ സുഹാസിനിയെ കാണാൻ വന്നത് ബാലു മഹേന്ദ്രയാണ്. ബാലു മഹേന്ദ്ര എനിക്ക് അറിയില്ല. പിന്നീട് ഈ ബാലു മഹേന്ദ്ര ഞാൻ കാണുന്നത് ഏതൊരു അവാർഡ് കമ്മിറ്റിയിലെ ജൂറി മെമ്പറായിട്ട് ഞാൻ ജോയിൻ ചെയ്തപ്പോൾ അതിൻ്റെ ചെയർമാൻ ബാലു മഹേന്ദ്രയാണ്. ബാലു മഹേന്ദ്രയോട് ഞാൻ ഈ കഥ പറഞ്ഞപ്പോൾ അതിന് കുറേ ഭയങ്കര ഇഷ്ടം. ബാലു മഹേന്ദ്രയുടെ അന്ന് സുഹാസിനെ ആവശ്യപ്പെടുന്നത് നായകൻ തൊടാൻ പാടില്ല, അടുത്ത് നിൽക്കാൻ പാടില്ല, ദൂരത്ത് നിൽക്കണം, എല്ലാം ബാലു മഹേന്ദ്ര അഡ്മിറ്റ് ചെയ്യുക, ടച്ച് ചെയ്തിട്ടുള്ള സീക്വൻസ് ഒന്നും പാടില്ല. അപ്പം ഞാൻ ആലോചിച്ച് അപ്പം ബാലു മഹേന്ദ്ര സമ്മതിക്കുന്നു, ഒന്നും സംഭവിക്കില്ലോ അതൊക്കെ. പിന്നെയാണ് ആ പടം കണ്ടപ്പോഴാണ് മനസ്സിലായത് അതിലെ ക്യാരക്ടേഴ്സ് പിണങ്ങി നിൽക്കുന്ന ഭാര്യയും ഭർത്താവാണ്. സുഹാസിനി അടുത്ത പടം ചെയ്തപ്പോഴും അടിപിടി പടമായിരുന്നു, പോലീസ് ഓഫീസറൊക്കെ ആയിട്ടാണ്. അപ്പോൾ തൊടും ചെയ്യുക, എല്ലാം ചെയ്യുക. ഇതൊക്കെ ഞാൻ സുഹാസിനോട് പിന്നീട് വാനപ്രസ്ഥത്തിന് വന്ന സമയത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. സുഹാസിനി ചിരിയോട് ചിരിയായിരുന്നു. പക്ഷെ എന്നെക്കാളും ഭ്രാന്തന്മാരായ ആൾക്കാരവിടെ അലഞ്ഞു നടക്കുന്നുണ്ട്. ഞാൻ അലഞ്ഞു നടന്നിട്ടൊന്നുമില്ല, ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ടുണ്ട്, വിശന്ന് പൊരിഞ്ഞിട്ടുണ്ട്, പല ജോലികളും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴെൻ്റെ വീട്ടുകാർക്ക് പോലും അറിയില്ല ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത്. നല്ല രസമുള്ള അനുഭവമായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ കുറേ തമിഴ് പടങ്ങൾ, മലയാള പടങ്ങളിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ കാണുന്നൊന്നല്ല, അല്ലാത്ത തന്നെ ചെറിയ ചെറിയ ഇടത്തരം ഡയറക്ടേഴ്സൊക്കെ ഉണ്ട്. ദിവസക്കൂലിക്ക് വർക്ക് ചെയ്യുന്ന ക്യാമറാമാനൊക്കെ ഉണ്ടായിരുന്നു അന്ന്.
പിന്നെ എത്രയോ പടങ്ങളുടെ ടെക്നീഷ്യൻസ് ഒക്കെ ഇല്ലാത്ത സമയങ്ങളിൽ അതിന് വേണ്ടിയിട്ട് തൽക്കാലത്തേക്ക് വിളിക്കുന്ന ടെക്നീഷ്യൻസ് ഉണ്ട്. അവരൊക്കെ എനിക്കറിയാം, കുറേ ആൾക്കാരുണ്ട് അന്നത്തെ. ഒരു എക്സ്പോഷൻ മീറ്റർ പോലും വാങ്ങാൻ സാധിക്കാത്ത ക്യാമറമാർ എനിക്കറിയാം. അതിലൊരു ക്യാമറ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഈ നിങ്ങൾ പണ്ടത്തെ പടങ്ങളെ കാണുമ്പോൾ അറിയില്ല, ഈ ആർട്ടിസ്റ്റൊക്കെ നിൽക്കുമ്പോൾ അവരടുത്ത് ഇങ്ങനെ ഇത് വെച്ചിട്ട് എക്സ്പോഷൻ മീറ്റർ വെച്ച് വാല്യൂ നോക്കുന്ന, അതിൻ്റെ നോക്കുന്ന ലൂമിനൻസ് നോക്കുന്ന ആൾക്കാർ ഇതുണ്ട്, മെഷീനുണ്ട്, എക്സ്പോഷൻ മീറ്റർ ഉണ്ട്. അതുപോലും ഇല്ലാതെ ഒരു ക്യാമറ എനിക്കറിയാം, അയാൾ കയ്യിലാണ് നോക്കുക, കയ്യിൻ്റെ ഇതിൽ ഷാഡോ വീണിട്ട് ലൈറ്റ് നോക്കി ഇൻറ്റൻസീവ് കറക്റ്റ് ആയിരിക്കും. അത്ര എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആൾക്കാരാണ്. എത്രയോ ലൈറ്റ് ബോയ്സ് ഉണ്ട്, ക്യാമറാമാനേക്കാളും ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ലൈറ്റ് ബോയ്സ് ഉണ്ട്. അവർക്ക് ഫോട്ടോഗ്രാഫി സൈഡ് പഠിച്ച് ഈ അനുഭവജ്ഞാനമുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ എഡിറ്റിങ്ങിന് പോയിട്ടുണ്ട്, ഫോട്ടോഗ്രാഫിയിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാ സംഗതിയും ചെയ്തിട്ടുണ്ട്, ചെയ്യാത്തൊന്നുമില്ല. ഞാൻ ആദ്യം ഡബ് ചെയ്യുന്ന എൻ്റെ ആർട്ടിസ്റ്റ് KR വിജയാണ്. KR വിജയൻ്റെ ആ സീക്വൻസ് സ്ക്രിപ്റ്റ് എഴുതിയ ഞാനാണ്. അത് KR വിജയ്ക്ക് അറിയില്ല, അത് തമിഴ് പടമാണ്, തമിഴും മലയാളവും ഉണ്ട്. അത് ഡബ്ബിങ് സമയമായപ്പം ഡയറക്ടറിനോട് പറഞ്ഞു രഘുന്ന് പോണേന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ വേറെ വഴിക്ക് പോയി. അപ്പം ഞാനത് അവിടെ തിയേറ്ററിലെത്തി. ആ തിയേറ്ററാണ് ബാലാജിയുടെ തിയേറ്ററാണത്. ഞാൻ ആദ്യമായിട്ട് പോവുക അവിടെ. എന്നിട്ട് നോക്കുമ്പോൾ അതിൻ്റെ അയാൾ അസിസ്റ്റൻ്റ് ഉണ്ട്, കൂടെ വേറെ ആളുണ്ട്. ഞാൻ എന്നിട്ട് എന്നോട് പറഞ്ഞു, സാറ് കൺസോളിൽ പോയിരിക്കുന്നു പറഞ്ഞു. ഞാൻ അടുത്തിപ്പം സൗണ്ട് എഞ്ചിനീയർക്ക് ഒന്നും മൈൻഡില്ല. എഞ്ചിനീയറൊക്കെ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ, കൺസോൾ റൂമൊക്കെ ആദ്യമായിട്ട് കാണുന്നതാണ്. ഓൾറെഡി KR വിജയ ഡബ്ബിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ അതുവരെയുള്ളൊന്ന് കേൾക്കട്ടെ ചോദിച്ചപ്പോൾ ഇയാൾ സമ്മതിക്കുന്നില്ല. അതിന് ഡയറക്ടർ വന്ന് കേട്ടു നോക്കപ്പെടും, തമിഴാണ് അദ്ദേഹം. അപ്പം ഞാൻ പറഞ്ഞു, അടുത്ത ഡയലോഗ് ഡബ് ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയല്ല അതെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ സമ്മതിക്കുന്നില്ല, അവരോടൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ താഴേക്ക് പോയിട്ട് കൺസോളിൻ്റെ ഉള്ളിൽ, അതിന് ഡബിങ് തിയേറ്ററിൽ ഉള്ളിൽ കയറിയിട്ട് ഇവരുടെ മുമ്പിൽ പോയി. അപ്പോൾ അവരൊക്കെ എന്നെ അറിയാം, കണ്ടിട്ടുണ്ട് ഷൂട്ടിംഗ് സമയത്ത്. അപ്പം എന്നോട് ചോദിച്ചു എന്ത് പറ്റിയത്, അവരും മലയാളിയാണല്ലോ KR വിജയ. ഞാൻ പറഞ്ഞു മാഡം ഇത് ഇങ്ങനെയല്ല. അല്ലേ എങ്ങനെയാണ് വേണ്ടത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് ഡയലോഗ് ഇതാണ് അവരോട്, ഈ ലൂപ്പ് സിസ്റ്റമാണെന്ന്. ഒരു ഷോട്ട് മാത്രം ഇട്ടിട്ട് അതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കുറച്ച് നേരം വെളുത്ത നിറം കാണും, ആ ലീഡറാണത്. ഫ്രെയിമിൽ ഒരു ഇത് കഴിഞ്ഞാൽ കുറച്ച് ഭാഗം പിന്നെ ലീഡർ എന്ന് പറയാം, ഒരു ആ ഫിലിമിൻ്റെ ലെങ്ത്തിലുള്ള ഫിലിമിൻ്റെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള വേറൊരു ഭാഗം ഇട്ടിട്ട് അതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും, നിർത്താൻ പറ്റില്ല. ആ സമയം നോക്കിയിട്ട് വേണം അത് മാർക്ക് ചെയ്യാൻ, പറയാൻ ഡയലോഗ് ഡബ് ചെയ്യാൻ. അത് ഓടിക്കൊണ്ടിരിക്കാൻ ഞാൻ പറഞ്ഞു, മാഡം അവർ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അപ്പം ഡബ് ചെയ്യുന്ന ആൾ മോശമാക്കിയാൽ അത് വളരെ സങ്കടമല്ല, എനിക്ക് ഭയങ്കര സങ്കടമാണ്. അത് അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവർ ചോദിച്ചു എങ്ങനെയാണ് പറയേണ്ടത്. അപ്പം ഞാനത് എടുത്ത് അതുവരെ ചെയ്ത് ഡബ്ബിങ് മാറ്റി വെച്ചു. അവരെന്നെ വിളിച്ച് പറഞ്ഞു ഇത് ആരംഭിക്കും. ഞാൻ തിരിച്ച് മുകളിലെത്തുമ്പോഴേക്കും ഈ സൗണ്ട് എഞ്ചിനീയർ എഴുന്നേറ്റ് നിൽക്കുന്നു എൻ്റെ മുമ്പിൽ. കാരണം KR വിജയ സമ്മതിക്കത കണ്ടപ്പോൾ അയാൾ സോറിയൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതാണ് എൻ്റെ ആദ്യത്തെ ഡബ്ബിങ്. അങ്ങനെ ഒരു ദിവസം ഡബ്ബിങ് നടക്കുമ്പോൾ ഞാൻ എത്തണം അവിടെ, രാവിലെ ഉണ്ടെന്ന് വെച്ചു. എനിക്ക് 10 രൂപ കിട്ടും ഡബ്ബിങ്ങിന് പോയി കഴിഞ്ഞാൽ. അപ്പോഴേ അന്ന് എത്തിയപ്പം ഡബ്ബിങ് ഇല്ല. അപ്പോൾ ഞാൻ കുറേ ദൂരം നടന്നിട്ടാണ് അവിടെ എത്തുന്നത്. അന്നത്തെ പ്രൊഡക്ഷൻ മാനേജർ ഏതൊരു തമിഴ് നല്ലൊരു മനുഷ്യനാണ്. അയാൾ പറഞ്ഞു, അന്ന് ഈ ഫോണൊന്നും ഇല്ലല്ലോ, ഞാൻ താമസിക്കുന്നത് എവിടെ നിന്നാണെന്ന് അവർക്കറിയില്ല, എനിക്ക് തന്നെ അറിയില്ല ഇന്ന് താമസിക്കുന്നത് എവിടെയാണ്. ഇതൊന്നും വീട്ടിൽ അച്ഛനോട് നമുക്കൊന്നും അറിയില്ല. അത് അവരോട് പറഞ്ഞ് അവരെ വേദനിക്കല്ലേ ഉള്ളൂ. നമ്മുടെ മരിക്കാണ്ട് വന്നാൽ പോരെ, വീട്ടിലെത്തിയാൽ പോരെ. പിന്നെ അന്നൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരാഴ്ചയിൽ ഒരിക്കലൊക്കെ ഒരു കത്ത് അയക്കുന്നു മാത്രമേ ഉള്ളൂ. അടുത്ത ഒരു കത്ത് അമ്മയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ അമ്മക്ക് മനസ്സിലായി, അത് നമ്മൾ എഴുതുമ്പോൾ സ്നേഹത്തോടെ എഴുതുക, എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ടുള്ള എഴുതുക. അടുത്ത കത്ത് കിട്ടുന്നത് വരെ എനിക്ക് എക്സിസ്റ്റൻസ് ഉണ്ട് അമ്മയ്ക്ക്. അടുത്ത കത്ത് കിട്ടാതാവുന്നൊരു സമയം അമ്മയുടെ മനസ്സിലൊരു കാൽക്കുലേഷൻ ഉണ്ടാവും. 7 ദിവസം കഴിഞ്ഞാൽ 8 ദിവസം കഴിഞ്ഞ് പിന്നെ 9, 10 ഒക്കെ ആകുമ്പോൾ അമ്മ ആലോചിക്കുക എന്താ ചെയ്യുന്നവനെ എവിടെ ഉണ്ടാവുക എന്നൊക്കെ അമ്മയ്ക്ക് ആദ്യം വരാൻ തുടങ്ങുള്ളൂ, ടെൻഷൻ വരുള്ളൂ. അത്രയും ഡ്യൂറേഷൻ ഉണ്ട്. അപ്പോഴേക്കും നമ്മുടെ അടുത്ത കത്ത് കിട്ടിയാൽ മതി. ഇതിനിടയിൽ എപ്പോഴെങ്കിലും അമ്മ മറുപടി അയച്ചിട്ടുണ്ടാവും, അതിനൊരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാവും. ഈ അഡ്രസ്സിൽ കത്ത് വരും, പക്ഷെ നമ്മുടെ കയ്യിൽ അത് കിട്ടിയിട്ടുണ്ടാവില്ല. ഈ സുഖമുണ്ട് നമ്മൾക്ക്. അന്ന് എക്സിസ്റ്റ് ചെയ്യാനോ ഭയപ്പെടാനോ അധികം സമയമില്ല. ഇപ്പോഴത്തെ പ്രശ്നം വേറെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം ഞാൻ ഇതേപോലെ പോയി അവിടെ എത്തിയപ്പോൾ രാവിലെ എത്തിയപ്പോഴും അവിടെ ഡബ്ബിങ് ഇല്ല. ഈ പ്രൊഡക്ഷൻ മാനേജർക്ക് സങ്കടമുണ്ട്. പ്രൊഡക്ഷൻ മാനേജർക്ക് അന്ന് ഇന്നത്തെ മാൻ പവർ പ്ലാനിങ് മാതിരിയാണ്. എത്രയാണോ അയാൾക്ക് കൊടുക്കുന്നത് അതിൻ്റെ ചെറിയ കമ്മീഷൻ അയാൾക്ക് കിട്ടും. ആ പ്രൊഡക്ഷൻ മാനേജർ ഭയങ്കര സ്നേഹത്തിലാണ്. വർക്ക് നടക്കുന്നുണ്ട്. ആ പ്രൊഡക്ഷൻ മാനേജർ ചോദിച്ചു എന്ത് ചെയ്യുന്നു ചോദിച്ചു. എന്നെ പണമെന്ന് ചോദിച്ചു. എന്നെ വേല എടുക്കലാമെന്ന് ചോദിച്ചു. ഞാൻ എന്തും എടുക്കാം.
കാരണം എനിക്കന്ന് മുന്നോട്ട് പോകണ്ടേ. അപ്പോൾ എൻ്റെ സൈക്കിളിൽ ഇരുത്തി, അയാൾക്ക് സൈക്കിളുണ്ട്, ഞാൻ നടന്നിട്ടാണ് വന്നു. ബാക്കിലെടുത്തിട്ട് അദ്ദേഹം എന്നെ പനങ്കൽ പാർക്കിൽ അദ്ദേഹം കോൺട്രാക്ട് എടുത്ത ഒരു കേബിൾ വർക്ക് നടക്കുന്നുണ്ട്. എന്നെ അവിടെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തു. എൻ്റെ അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയും ഒരു ഫാമിലി ഉണ്ട്, ഭർത്താവും 2 പെൺമക്കളും അമ്മയും. ഒരു കേബിളിന് കുഴിക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇവനോട് പറഞ്ഞു അവരെയും കൂട്ടിട്ടെങ്കിൽ. അപ്പോൾ ഈ സ്ത്രീയും 2 പെൺമക്കളും അമ്മ അച്ഛനും ആകെ എന്നെ നോക്കി അമ്പരം നിൽക്കും. ഞാനും മെലിഞ്ഞിട്ട് ഒരു കണ്ണട കെട്ടിട്ട് ഒരു കക്ഷി. അപ്പോൾ അയാൾ പറഞ്ഞു മുടിയാതെ എന്ന് പറഞ്ഞു, പറ്റില്ല. അപ്പോൾ അയാൾ പറഞ്ഞു എപ്പോഴാണ് അത് കൊടുക്കുന്നൊക്കെ പറഞ്ഞു. അപ്പനോട് പറഞ്ഞു അവരാലെ മുടിയാതെ, എന്നെ കൊണ്ടത് പറ്റില്ല ആ പണി. പിക്കാസ് എടുത്ത് കുത്തിയിട്ട് ഇങ്ങനെ കേബിളിനെ കഴിക്കാൻ, എന്നിട്ട് ഇതെടുത്ത് തലയിൽ വെച്ച് കൊടുക്കണം. എനിക്കാണെങ്കിൽ പിക്കാസ് അല്ല, ഞാൻ അപ്പം എന്ത് കിട്ടിയാലും കുഴിക്കും. പക്ഷേ 2-3 വെട്ടൊക്കെ വെട്ടി 2 ചട്ടിയൊക്കെ എടുത്ത് പെൺമക്കൾക്ക് ഫുൾ കോമഡി, എനിക്കും കോമഡി, കളിക്കുന്ന മാതിരിയാണ്. 2 ഇത് വെട്ടിയപ്പോൾ ഞാൻ കിതക്കാൻ തുടങ്ങി. ഇയാൾ പിന്നെയും പറഞ്ഞു മുടിയാതെ അവസാനം ഈ സ്ത്രീ എൻ്റെ കയ്യിൽ വന്ന് പിടിച്ചിട്ട് പറഞ്ഞു ரொம்ப ഷുഗപ്പാ ഇരിക്കുന്നു. അവരെ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു തഴമ്പ് പോലില്ല. അവരെ കൈയൊക്കെ ഭയങ്കര പണിയെടുത്ത ആ ഇതില്ലേ, എൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? സിനിമ പിടിച്ച പെന്ന് പിടിച്ചതിൻ്റെ ഒരു കുഴി മാത്രമേ ഉള്ളൂ ഇവിടെ എൻ്റെ കൈക്കുണ്ട്. ഇങ്ങനെ എഴുതുമ്പോൾ ഈ കൈയിൻ്റെ എപ്പോഴും ആ കുഴിയുണ്ട്. നമ്മൾ പെന്ന് പിടിച്ച് എഴുതുമ്പോഴേ ഇവിടെ ഈ വിരല് അമരുമ്പോൾ ഇവിടെ കുഴിഞ്ഞു പോയി. ഇതാ അങ്ങനെ ഞാൻ എന്നെ പറഞ്ഞു വിട്ടു. പെൺമക്കൾക്കും ഭയങ്കര സങ്കടമായിരുന്നു, അയാൾ പറ്റില്ല. പക്ഷേ അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്താ അറിയോ, അങ്ങനെ വൈകുന്നേരമായി 6 മണി ആകുമ്പോഴേക്കും ഈ പ്രൊഡക്ഷൻ മാനേജർ എന്നെ അന്വേഷിച്ചിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പം പണിയെടുത്ത ഫാമിലി, ഭാര്യയും ഭർത്താവും 2 പെൺമക്കളുണ്ട്, റോഡിൻ്റെ അപ്പുറത്ത് എന്നെ കാത്തു നിൽക്കുന്നു. എന്ന് പറഞ്ഞാൽ അവർ വിളിക്കേണ്ടതുണ്ട്. എന്നെ കൂട്ടിയിട്ട് അയാൾ പോയിട്ട് ഞാൻ ചോദിച്ചു എന്നാച്ച്. അപ്പം അയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, മുടിയാതെന്ന് പറഞ്ഞത് നിങ്ങളെ കൊണ്ട് പറ്റാത്തത്, മോനെ കൊണ്ട് ഉങ്ങളാലെ മുടിയാത് എന്നാലേ. ஆனால் ഇന്നൊക്കെ കൂലി ഇருக்கு, അവരെ പൈസയിൽ നിന്ന് എൻ്റെ കൂലി അവർ തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. അയാളെ ഞാൻ കെട്ടിപ്പിടുത്തം പിടിച്ചിരുന്നു. എനിക്ക് ഇന്നും അയാളെ മണം എനിക്ക് ഇപ്പോഴും കിട്ടും. ആ വേർപ്പിൻ്റെ ഒക്കെ ഒരു സുഗന്ധം ഉണ്ടായിരുന്നു. ഞാൻ കരഞ്ഞുപോയി. ഞാൻ ആ പൈസ വാങ്ങിയില്ല. പക്ഷെ ആ മനസ്സുണ്ടല്ലോ കൂടെ ഇല്ലാതിൻ്റെ ആ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഈ അമ്മയും, ഞാൻ അങ്ങനത്തെ ഒരു ഫാമിലി ഒന്നും ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് ഇപ്പോഴും അത് ഫീൽ ചെയ്യും. ഞാൻ വാങ്ങിയതേ ഇല്ല, നമ്മൾ വാങ്ങില്ല. എൻ്റെ അവർ വളരെ നിർബന്ധിച്ച് അവിടെ തട്ടുകടുണ്ട്, അവിടുന്ന് ചായ അവരെ കൂടെ ഇരുന്ന് കുടിച്ചു. ഞാൻ ഇപ്പോഴും മദ്രാസിലെത്തി കഴിഞ്ഞാൽ പനങ്കൽ പാർക്കിൽ പോയി കഴിഞ്ഞാൽ ആ കേബിളിൻ്റെ സ്ഥലം എനിക്ക് മനസ്സിലാവുന്നില്ല. ആ കുഴി കുത്തിയൊക്കെ അന്വേഷിക്കും. പക്ഷെ ഇതൊക്കെ ലൈഫിൻ്റെ ഇതൊന്നും വലിയ അത്ഭുതമല്ല വാസ്തവത്തിൽ, ഒന്നുമല്ല. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ആ വന്നിട്ട് എനിക്ക് കൂലി തരാൻ വന്ന ആ മനസ്സ്, അവരുടെ ആ മനസ്സ്. അത് ഞാൻ പറഞ്ഞു, സ്നേഹിക്കണം, അവനവനെ സ്നേഹിക്കണം. അയാളൊക്കെ അനുഭവിക്കുന്ന സ്നേഹത്തിൻ്റെ അംശം ഒരു അംശം നമുക്ക് കിട്ടിയാൽ മതി. അദ്ദേഹത്തിൻ്റെ പേരാണ് കാർമേഘം. പിന്നീട് ഞാനൊരു കാർമേഘത്തിനെ കാണുന്നത്, പിന്നീട് ഞാൻ പോയിരുന്നു ഒരിക്കൽ പഴനിയിൽ. ഈ ഇതൊക്കെ അവിടെ വെച്ച് ഞാൻ കാണുന്ന ഒരു കാർമേഘത്തിനെയാണ്. അദ്ദേഹത്തിന് അത് ഞാൻ കഥയാക്കി എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ധർമ്മദർശനം എന്ന് പറഞ്ഞ കഥ എഴുതിയിരുന്നു മാതൃഭൂമിയിൽ. അതിലെ ആ കഥ അതെൻ്റെ ഒരു സംഭവ കഥയാണ്, എനിക്ക് സംഭവിച്ച കഥയാണ്. അതിൻ്റെ കുറേ എലമെന്റ്സ് ട്രൂ ഇൻസിഡൻസ് ആണ്. അതിലെ ഒരു കുതിരവണ്ടിക്കാരനുണ്ട്, അയാളുടെ പേരാണ് കാർമേഘം. അങ്ങനെ 2 കാർമേഘത്തിനെയാണ് ഞാൻ ജീവിതത്തിൽ കണ്ടത്. ഒന്ന് ഈ ഇപ്പം ഞാൻ ആലോചിക്കാറുണ്ട്, ചിലപ്പോൾ ഞാൻ ഈ പെൺകുട്ടികളെയും ഈ ഭാര്യനെയും അച്ഛനെയൊക്കെ ഓർമ്മിക്കും. എപ്പോഴെങ്കിലും ഒരു ശക്തമായൊരു സ്ത്രീ കഥാപാത്രത്തെ എഴുതണമെന്ന് തോന്നിയിട്ടുണ്ടോ? സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വരുമായിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഇപ്പോൾ ഒരു കഥ എഴുതാനാണെങ്കിൽ എഴുതാൻ പറ്റുമായിരിക്കും. ഇപ്പം എന്നോട് ചോദിക്കുകയാണ് ഒരു സ്ത്രീ കഥാപാത്രം, ശക്തമായ സ്ത്രീ കഥാപാത്രത്തിൽ നോവൽ എഴുതുമെന്ന് വെച്ചാൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ വരും എന്ന് പറയും. സിനിമ എനിക്കറിയില്ല, സിനിമ എൻ്റെ കയ്യിലല്ല. മനസ്സിൽ ദോശ ചുടാൻ മനസ്സിൽ തന്നെ മാവുണ്ടാക്കിയാൽ മതി. റിയൽ ലൈഫിൽ വേണമെങ്കിൽ നമുക്ക് ദോശക്കല്ല് വേണം, ചട്ടി വേണം, തീ വേണം, പലതും വേണം. എങ്ങനെയുണ്ട് ഉദാഹരണം? കൊള്ളാം.